എല്ലാവർക്കും HSI സോഷ്യൽ സയൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി തീർച്ചയായിട്ടും ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം നോട്ടുകൾ കുറിക്കുകയും വായിക്കുകയും ചെയ്യുക. ഏവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമാക്കിയ യുദ്ധങ്ങളാണ് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ കർണാട്ടിക് യുദ്ധം ചർച്ച ചെയ്തില്ലായിരുന്നു. കാരണം നമ്മൾ കർണാട്ടിക് യുദ്ധം മറ്റു യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ഫ്രഞ്ചുകാരുടെ ആഗമനത്തിലും അവർ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ യുദ്ധങ്ങളിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് കർണാട്ടിക് യുദ്ധം ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന പ്രാദേശിക കലാപങ്ങൾ. അപ്പോൾ ആ കലാപങ്ങൾക്ക് കാരണമാക്കിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില സാമ്പത്തിക നയങ്ങളായിരുന്നു. അതിലൊന്നാമത്തേതാണ് നികുതി വ്യവസ്ഥ. പിന്നെ തുണി വ്യവസായത്തിലും പ്രാദേശിക വ്യവസായങ്ങളിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ, വനവിഭവങ്ങൾ കൊള്ളയടിക്കൽ, ഇതെല്ലാം പ്രാദേശിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു ഭൂനികുതി വ്യവസ്ഥകളെ ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 വർഷം ഓർത്തിരിക്കണം. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്നും ചോദിക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് 1793. കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കിയത്. ആരാണ്? ആ കാലത്ത് ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭു ആയിരുന്നു നടപ്പിലാക്കിയത്. കോൺവാലിസ് ശാശ്വതമായിരുന്നു. 1793 കോൺവാലിസ് ശാശ്വതമായിരുന്നു. ബംഗാൾ, ബീഹാർ, ഒഡീഷ ഇടങ്ങളിൽ ശാശ്വതമായിട്ട് കോൺവാലിസ് നിലകൊണ്ടു. ബംഗാൾ, ബീഹാർ, ഒഡീഷ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ക്ലൂ തന്ന് പഠിക്കാനായിട്ടാണ്. കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒഡീഷ. സെമീന്ദാരി സമ്പ്രദായം എന്നും മറ്റൊരു പേരും കൂടിയുണ്ട്. സെമീന്ദാരി സമ്പ്രദായം ഇത് നടപ്പാക്കാൻ സഹായിച്ചത് ജോൺ ഷോറാണ്. കോൺവാലിസ് പ്രഭുവിനെ ഈ സിസ്റ്റം നടപ്പിലാക്കാൻ സഹായിച്ചത് ആരാണ്? ജോൺ ഷോർ ആയിരുന്നു. എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ? നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിച്ചിരുന്നു. വിളവിൻ്റെ 60% നികുതി നൽകണം. വിളവ് മോശമാണെങ്കിലും നികുതി നൽകണം. നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ സെമീന്ദാർമാർക്കായിരുന്നു. വിളവിൻ്റെ 60% നികുതി നൽകുകയും ചെയ്യണം. വിളവ് മോശമാണെങ്കിലും നികുതി നൽകണം. മറ്റൊരു നികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. 1820 അത് കൊണ്ടുവന്നത്. റയട്ട് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു ഇത് കൊണ്ടുവന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ ആരായിരുന്നു? ഹേസ്റ്റിംഗ് പ്രഭു ആണ് റയട്ട് വാരി ഹേസ്റ്റിംഗ് പ്രഭു. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നടപ്പിലാക്കിയത്. ആരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്? തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. ഈ പേരുകളെല്ലാം ഓർത്തിരിക്കണം. റയട്ട് വാരി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഹേസ്റ്റിംഗ് പ്രഭു, തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. അപ്പോൾ എന്തായിരുന്നു ആ നികുതി വ്യവസ്ഥയുടെ പ്രത്യേകത? കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. കർഷകരിൽ നിന്നും നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് നികുതി അടയ്ക്കുന്നതായിരുന്നു. അപ്പോൾ ഈ നികുതി അടയ്ക്കാത്ത പക്ഷം ആ ഭൂമി കർഷകരിൽ നിന്നും നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. ക്ഷാമ കാലഘട്ടങ്ങളിലും നികുതി അടയ്ക്കണമായിരുന്നു. മഹൽവാരി സിസ്റ്റം 1822. മഹൽവാരി സിസ്റ്റം 1822. ഹോൾട്ട് മക്കൻസിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. ഹോൾട്ട് മക്കൻസിയുടെ നേതൃത്വത്തിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിലായിരുന്നു. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഒരു ഭൂനികുതി വ്യവസ്ഥയായിരുന്നു മഹൽവാരി. ഗ്രാമത്തെ മഹലുകളായിട്ട് അല്ലെങ്കിൽ യൂണിറ്റുകളായി തിരിച്ചു. എന്നിട്ട് ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചു. ജോട്ടേദാർമാർ. അപ്പോൾ നമ്മൾ ഇതായിരുന്നു നികുതി വ്യവസ്ഥ. ഇനി നമ്മൾ ജോട്ടേദാർമാരാരെന്ന് നോക്കാം. ബംഗാളിലെ ധനികരായ കർഷക വിഭാഗമാണ് ജോട്ടേദാർമാർ. ബംഗാളിലെ ധനികരായ കർഷക വിഭാഗത്തിൻ്റെ പേരെന്ത്? ജോട്ടേദാർമാർ. പ്രാദേശിക വ്യാപാരം, പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു. ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായിട്ടിരുന്നു. ഇവരുടെ പ്രത്യേകതകളാണ്. ഇവർ പ്രാദേശിക വ്യാപാരം കൈയടക്കിയിരുന്നു, പലിശയ്ക്ക് പണം കൊടുക്കുന്നു,
ഏക്കർ ഭൂമി അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില വ്യവസായിക നയങ്ങളും അവരുടെ ലാഭത്തിന് വേണ്ടി നടപ്പിലാക്കിയ വ്യവസായ നയങ്ങളും വനവിഭവങ്ങൾ കൊള്ളയടിക്കലും ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് വഴിതെളിച്ചു. അങ്ങനെ നടന്ന കലാപങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെല്ലൂർ ലഹള. തമിഴ്നാട്ടിലാണ് വെല്ലൂർ. അപ്പോൾ അത് സംസ്ഥാനം ഒന്ന് പഠിച്ചിരിക്കണം, തമിഴ്നാട്ടിൽ. 1806 ജൂലൈ 10 വെല്ലൂർ ലഹള അരങ്ങേറിയത്. 1806 ജൂലൈ 10 വെല്ലൂർ ലഹള അരങ്ങേറിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം. മദ്രാസ് ഗവർണർ ആ കാലഘട്ടത്തിൽ വില്യം ബെൻഡിക്കായിരുന്നു. വെല്ലൂർ ലഹള നടന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻഡിക്. അതും നോട്ട് ചെയ്യണം. വെല്ലൂർ ലഹള സമയത്തെ മദ്രാസ് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻഡിക്. അടിച്ചമർത്തിയത് ആരായിരുന്നു? ഈ കലാപം അടിച്ചമർത്തിയത് സർ റോളോ ഗില്ലപ്സിയാണ്. വെല്ലൂർ കലാപം അടിച്ചമർത്തിയത് സർ റോളോ ഗില്ലപ്സി. അപ്പോൾ 1806 ജൂലൈ 10 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ കലാപം മദ്രാസ് ഗവർണർ വില്യം ബെൻഡിക് അടിച്ചമർത്തിയത് സർ റോളോ ഗില്ലപ്സി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവ്വരംഗം എന്ന് ഈ വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് VD സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം കുറിച്ചതാണ് പൂർവ്വരംഗം എന്ന് വിശേഷിപ്പിച്ചത്. വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് VD സവർക്കർ. എന്താണ് സംഭവ കാരണം? ജോൺ ക്രാഡോക്കിൻ്റെ സൈനിക വേഷപരിഷ്കാരമായിരുന്നു. ജോൺ ക്രാഡോക്കിൻ്റെ സൈനികത്തിലെ വേഷപരിഷ്കാരമായിരുന്നു വെല്ലൂർ കലാപത്തിന് വഴിതെളിച്ചത്. നേതാവ് ആരായിരുന്നു? മൊയ്സുദ്. ടിപ്പു സുൽത്താൻ്റെ പുത്രനായ മൊയ്സുദായിരുന്നു വെല്ലൂർ കലാപത്തിൻ്റെ നേതാവ്. ടിപ്പു സുൽത്താൻ്റെ മകനായ മൊയ്സുദായിരുന്നു വെല്ലൂർ കലാപത്തിൻ്റെ നേതാവ്. അടുത്തൊരു കലാപമാണ് കട്ടബൊമ്മൻ കലാപം. ഇതിനെ നമ്മൾ കലാപം എന്നും കൂടി പറയുന്നുണ്ട്, പോളിഗർ കലാപം എന്നും കൂടി പറയുന്നുണ്ട്. കട്ടബൊമ്മൻ കലാപവും പോളിഗർ കലാപവും ഒന്ന് തന്നെയാണ്. 1797-99 കാലഘട്ടങ്ങളിലാണ് 1797-99 കാലഘട്ടങ്ങളിലാണ് കട്ടബൊമ്മൻ കലാപം അല്ലെങ്കിൽ പോളിഗർ കലാപം നടന്നത്. സൈനിക തിരുനെൽവേലി ആസ്ഥാനമാക്കിയുള്ള കലാപമായിരുന്നു അത്. സൈനിക താവളം എന്നറിയപ്പെടുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നുമാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. സൈനിക താവളം എന്നറിയപ്പെടുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നുമാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ നികുതി നയത്തിനെതിരെ നടത്തിയ കലാപമായിരുന്നു ഇത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ നടത്തിയ കലാപം. വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നു നേതാവ്. മറ്റൊരു നേതാക്കന്മാരായിരുന്നു മരുതു പാണ്ഡ്യ സഹോദരന്മാർ. ഇന്ത്യയിൽ ബൂമറാങ്ങുകൾ ഉപയോഗിക്കുന്നതിൽ പ്രാഗൽഭ്യം അവർ നേടിയിരുന്നു. അപ്പോൾ മരുതു പാണ്ഡ്യ നേതാക്കന്മാരും കട്ടബൊമ്മന് നേതൃത്വം കൊടുത്ത കലാപമാണ് പോളിഗർ കലാപം. അടുത്തതാണ് പൈക കലാപം. 1817 ഒറീസയിലെ കൃഷിക്കാർ കാർഷിക നികുതിക്കെതിരെ മറ്റും നടത്തിയ കലാപമാണ് പൈക കലാപം. ഒഡീഷ. വർഷം 1817. കലാപകേന്ദ്രം ഒഡീഷയിലെ ഗോർഡയായിരുന്നു. കാരണം എന്തായിരുന്നു? സൈനിക സേവനത്തിന് പകരം ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ഈ ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. ഒഡീഷയിലെ ഈ സൈനിക സേവനത്തിന് പകരം ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കിയതിനെതിരെയാണ് പൈക കലാപം ഒഡീഷയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. നേതാവ് ബക്ഷി ജഗബന്ധു വിദ്യാധർ മൊഹാപത്ര. നേതാവ് ആരായിരുന്നു? ബക്ഷി ജഗബന്ധു വിദ്യാധർ മൊഹാപത്ര. ഒരാളാണ്. വിദ്യാധർ മൊഹാപത്ര എന്നാണ് ജഗബന്ധുവിൻ്റെ യഥാർത്ഥ പേര്. അടുത്ത് 200-ാം വാർഷികം 2017 ഈ പൈക കലാപത്തിൻ്റെ 200-ാം വാർഷികം നമ്മൾ ആചരിക്കുകയുണ്ടായി. 2017 ഏത് കലാപത്തിൻ്റെ 200-ാം വാർഷികമാണ് ആചരിച്ചത്? പൈക കലാപം നടന്ന വർഷം ഒഡീഷയിൽ 1817. സൈനിക സേവനത്തിന് പകരം ഭൂമി പതിച്ചു കൊട്ടുന്ന സമ്പ്രദായം നിർത്തലാക്കിയതിനെതിരെ ബക്ഷി ജഗബന്ധുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് പൈക കലാപം. അടുത്തത് കൂക കലാപം. 1849. കൂക കലാപം പഞ്ചാബിൽ നടന്ന ഒരു കലാപമാണ് കൂക കലാപം. പഞ്ചാബിലെ കർഷക കലാപമാണ് കൂക കലാപം. വർഷം 1849.
ഈ കൂകകളുടെ മറ്റൊരു പേരുകളാണ് നാംധാരികൾ. കൂകകളുടെ മറ്റൊരു പേരാണ് നാംധാരികൾ. നേതാവാരായിരുന്നു? സദ്ഗുരു റാം സിംഗ്. കൂക കലാപത്തിൻ്റെ നേതാവാരായിരുന്നു? സദ്ഗുരു റാം സിംഗ്. ഇനി അടുത്തത് സന്യാസി കലാപം. അപ്പോൾ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെ കർഷകരുൾപ്പെടെ സന്യാസികളും സമരത്തിൽ പങ്കെടുത്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ 1773 ബംഗാളിൽ ഒരു കടുത്ത ക്ഷാമം നേരിട്ടു. ആ ക്ഷാമത്തിൽ ഒരുപാട് പേർ കൃഷികൾ നശിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒട്ടേറെ പേർ മരണത്തിനിടയാവുകയും ചെയ്തു. അപ്പോൾ ഇതിനെതിരെ ബ്രിട്ടീഷുകാർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ അതിനെതിരെ അവിടുത്തെ നാട്ടുകാരും സന്യാസികളും ഉൾപ്പെടെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഫക്കീർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫക്കീർ കലാപം 1773-75 കാലഘട്ടങ്ങളിലായിരുന്നു. നേതാക്കന്മാർ ഭവാനി പഥക്, ദേവി ചൗധരാണി. അപ്പോൾ സന്യാസി കലാപത്തിൻ്റെ നേതാക്കന്മാരാരായിരുന്നു? ഭവാനി പഥക്, ദേവി ചൗധരാണി. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. 1882 വർഷം. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി നോവലിൻ്റെ പേരെന്താണ്? ആനന്ദമഠം. 1882. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ഈ നോവലിൽ നിന്നുമാണ് എടുത്തത്. അപ്പോൾ സന്യാസി കലാപവും ബംഗാളിലാണ് ഫക്കീർ കലാപം എന്ന പേരിലും മറ്റും അറിയപ്പെടുന്നു. നേതാക്കന്മാരാരൊക്കെയായിരുന്നു? ഭവാനി പഥക്കും ദേവി ചൗധരാണിയും. അപ്പോൾ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഭവാനന്ദൻ. അടുത്തൊരു ഏകപ്രസ്ഥാനം UP ഉത്തർപ്രദേശ് രൂപം കൊണ്ട് 1921 രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് ഏകപ്രസ്ഥാനം. ഉയർന്ന കാർഷിക നികുതിക്കെതിരെയായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനം മദാരി പാസിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് ഏകപ്രസ്ഥാനം. ഇതൊക്കെ ഒറ്റപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഒറ്റപ്പെട്ട സംഗതികളാണ് ചോദിക്കുക, 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ. അതുകൊണ്ടാണ് ഇതൊന്ന് നോട്ട് ചെയ്യണം. അടുത്തത് നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. അവരുടെ സമരമാർഗം എന്ന് പറയുന്നപ്പോൾ എന്താണ്? സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി. അപ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കലാപമാണ് നീലം കലാപം. 1859 ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ നീലം കലാപം എന്ന ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ് എന്നിവരായിരുന്നു അതിൻ്റെ നേതാക്കന്മാർ. ദിഗംബർ വിശ്വാസ്, വിഷ്ണു വിശ്വാസ് എന്നിവരായിരുന്നു നീലം കലാപത്തിൻ്റെ നേതാക്കന്മാർ. എന്തുകൊണ്ടാണ് നീലം കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം? ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം വളരെയധികം മാറ്റങ്ങൾക്ക്, പ്രത്യേകിച്ച് തുണി വ്യവസായത്തിൽ വൻപിച്ച മാറ്റങ്ങളുണ്ടായി. അപ്പോൾ തുണിയിൽ ചായം മുക്കാനായിട്ട് നീലം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവരവരുടെ കോളനികളിൽ നീലം കൃഷിക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നീലം കൃഷിക്ക് പ്രേരിപ്പിച്ചത് അവരുടെ പ്രാദേശിക കൃഷിയെയും ഭക്ഷ്യ വ്യവസായത്തേക്ക് ധാരാളം ബാധിച്ചു. അപ്പോൾ അതിനെതിരെ ബംഗാളിൽ നടന്നൊരു കലാപമാണ് നീലം കൃഷി കലാപം അല്ലെങ്കിൽ ഇൻഡിഗോ കലാപം. അപ്പോൾ ഈ നീലം കൃഷിക്കാരുടെ ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ഇവരുടെ ജീവിതത്തിനെതിരെ നീലം കൃഷിക്കാരുടെ ജീവിതത്തിനെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീലം കൃഷിക്കാരുടെ ജീവിതത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തു നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് വില്യം ബെൻഡിക്. അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് പറഞ്ഞതാര്? വില്യം ബെൻഡിക്. അടുത്ത ഒരു കലാപമാണ്, പ്രാദേശിക കലാപമാണ് പാബ്ന കലാപം. 1873-76 കാലഘട്ടങ്ങളിൽ ബംഗാളിൽ നടന്നൊരു കലാപമാണ് പാബ്ന കലാപം. അതിൻ്റെ നേതാവാരായിരുന്നു? ഇഷാൻ ചന്ദ്ര റോയ്. പാബ്നയിലെ ഇഷാൻ ചന്ദ്ര റോയ്. അതിനെ സപ്പോർട്ട് ചെയ്ത മറ്റു നേതാക്കന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ആർസി ദത്തും. ഡെക്കാൻ കലാപങ്ങൾ. മഹാരാഷ്ട്രയിൽ നടന്ന കലാപമാണ് ഡെക്കാൻ കലാപങ്ങൾ. 1875 മെയ് 12 പൂനെയിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. 1875 മെയ് 12 പൂനെയിൽ കൊള്ളപ്പലിശക്കാർക്കെതിരെ നടത്തിയ കലാപമാണ് ഇത്. കൊള്ളപ്പലിശക്കാർക്കെതിരെ ബംഗാളിൽ നടത്തപ്പെട്ട കലാപമാണ് ഡക്കാൻ കലാപം. അടുത്തതാണ് ഫറാസി കലാപം. ബംഗാളിൽ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത നടത്തിയ കലാപമാണ് ഫറാസി കലാപം.
ഹാജി ഷെരിയത്തുള്ള, ദാദു മിയാൻ എന്നിവരായിരുന്നു അതിൻ്റെ ഫറാസി കലാപത്തിൻ്റെ നേതാക്കന്മാർ. ഹാജി ഷെരിയത്തുള്ള, ദാദു മിയാൻ. ഇതും ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വരാം. തേബാഗ സമരം നടന്നത് 1946-ലാണ്. റാമോസി കലാപം നേതാവ് വസുദേവ് ബൽവന്ത് ഫാഡ്കെ. റാമോസി കലാപം വസുദേവ് ബൽവന്ത് ഫാഡ്കെ. തിരുവിതാംകൂറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്നു. തിരുവിതാംകൂറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവ. മലബാറിൽ പഴശ്ശിരാജ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. ഇതെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, മലബാറിൽ പഴശ്ശിരാജ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ, ഔദിലെ രാജ ജയ്ത് സിംഗ്. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ, ഔദിലെ രാജ ജയ്ത് സിംഗ്. കോൾ കലാപം വർഷം 1831-32-ലാണ്. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗങ്ങൾ നടത്തിയ കലാപമാണ് കോൾ കലാപം. ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗങ്ങൾ, ഈ വനവിഭാഗങ്ങൾ കൊള്ളയടിക്കുന്നതിനെതിരെ ഗോത്ര വിഭാഗങ്ങളും സംഘടിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗങ്ങൾ നടത്തിയ ഒരു കലാപമാണ് കോൾ കലാപം. 1831-32 കാലഘട്ടങ്ങളിൽ ബുദ്ധു ഭഗത്താണ് കോൾ കലാപത്തിൻ്റെ നേതാവ്. ബുദ്ധു ഭഗത്. അടുത്തത് ഗോണ്ട് കലാപം. ഒഡീഷയിൽ നടന്ന ഒരു ഗോത്ര കലാപമാണ് ഗോണ്ട് കലാപം. 1846. നേതാവ് ചക്ര ബിഷ്ണോയ്. ഗാസി കലാപം. ഗാരോ ജയന്തിയ കുന്നുകളിൽ ഗോത്ര വിഭാഗം നടത്തിയ ഒരു കലാപമാണ് ഗാസി കലാപം. തിരത് സിംഗ് ആയിരുന്നു അതിൻ്റെ നേതാവ്. തിരത് സിംഗ്. സന്താൾ കലാപം 1855-56 കാലഘട്ടങ്ങളിൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ വിശാലമായി കിടന്ന രാജ്മഹൽ കുന്നുകളിലെ ഒരു ഗോത്ര വിഭാഗമായിരുന്നു കേട്ടോ സന്താൾ. രാജ്മഹൽ കുന്നുകളിൽ. അപ്പോൾ ഈ രാജ്മഹൽ കുന്നുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടായിരുന്നു? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്. അപ്പോൾ അവിടുത്തെ ഗോത്ര വിഭാഗം കൊള്ളപ്പലിശയ്ക്കും കമ്പനിയുടെ ചൂഷണത്തിനുമെതിരെ നടത്തിയ ഒരു കലാപമാണ് സന്താൾ കലാപം. വർഷം 1855 മുതൽ 56 വരെ. അതിന് നേതൃത്വം കൊടുത്തതാണ് സിദ്ദുവും കാൻഹുവും. അപ്പോൾ ഈ സിദ്ദുവിൻ്റെ കാൻഹുവിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2002. സിദ്ദു കാൻഹു സ്മരണാർത്ഥം ഇന്ത്യയിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2002. സന്താൾ കലാപം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എലിമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസി. റാണാജിത്ത് ഗുഹയുടെ പുസ്തകമാണിത്. എന്താണ്? എലിമെൻ്ററി ആസ്പെക്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസി. മുണ്ട കലാപം നടന്ന വർഷമാണ് ബീഹാറിലായിരുന്നു മുണ്ട കലാപം. സംസ്ഥാനവും കൂടി നോക്കണം. ബീഹാറിലെ മുണ്ട കലാപം 1899. ഉൽ-ഗുലാൻ കലാപം എന്നും മുണ്ട കലാപം അറിയപ്പെടുന്നു. ഉൽ-ഗുലാൻ കലാപം എന്നും മുണ്ട കലാപം അറിയപ്പെടുന്നു. ബിർസ മുണ്ട ആണ് അതിൻ്റെ നേതാവ്. ബിർസ മുണ്ട. അപ്പോൾ ധർത്തി അബ്ബ എന്ന്, അല്ലെങ്കിൽ ഭൂമി പിതാവ് എന്നും ബിർസ മുണ്ടയ്ക്ക് ഒരു പേരുണ്ട്. ധർത്തി അബ്ബ എന്നറിയപ്പെടുന്ന പ്രാദേശിക നേതാവാര്? ബിർസ മുണ്ട. അത് നമുക്ക് ഓപ്ഷനിൽ ചോദിക്കാം. ധർത്തി അബ്ബ അല്ലെങ്കിൽ ഭൂമി പിതാവ് എന്നറിയപ്പെടുന്നത് ബിർസ മുണ്ടയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചിത്രമുള്ള ഒരു ഗോത്ര നേതാവാണ് ആരാണ്? ഈ ബിർസ മുണ്ട. നോവൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള നോവലാണ് ആരണ്യർ അധികാർ. മഹാശ്വേതദേവി രചിച്ച ആരണ്യർ അധികാർ. ആദിവാസി ഭൂമി പുറം നാട്ടുകാർക്ക് കൊടുക്കുന്നതിനെതിരെ നടത്തിയ കലാപമാണ് മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽ-ഗുലാൻ കലാപം. ഇതെല്ലാമാണ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട പ്രാദേശിക കലാപങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ നേതാക്കന്മാർ, വർഷം, നടന്ന സംസ്ഥാനം, കാരണങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകൾ, പാഠപുസ്തകങ്ങളിലൂടെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.